ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് 5ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം ഭാഗം 2 വരുന്ന ഒരു പാഠഭാഗമാണ് പഠിക്കുന്നത്. ചാപ്റ്ററിൻ്റെ പേര് തുല്യതയിലേക്ക് എന്നാണ് കേട്ടോ. 9ാമത്തെ ചാപ്റ്ററാണ് തുല്യതയിലേക്ക്. എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ തുല്യത ആവശ്യമായി വരുന്നത് എന്നും അതുപോലെ അത് രൂപപ്പെടാനുള്ള സാഹചര്യത്തെക്കുറിച്ചൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു സംഭാഷണത്തിലൂടെയാണ്. ഒരു മുത്തശ്ശനും കുട്ടിയുമായിട്ടുള്ള ഒരു സംഭാഷണം. മുത്തശ്ശ, എന്തുകൊണ്ടാണ് ഓരോരുത്തരുടെയും കയ്യിൽ വ്യത്യസ്ത നിറത്തിലുള്ള കാർഡുകൾ ഉള്ളത്? അപ്പോൾ പൊതുവിതരണ കേന്ദ്രത്തിന് മുന്നിലാണ്. അപ്പോൾ റേഷൻ കാർഡിനെ കുറിച്ചാണ് പറയുന്നത്. ഓരോ കുടുംബത്തിൻ്റെയും വരുമാനം വ്യത്യസ്തമായതുകൊണ്ടാണ് വ്യത്യസ്ത നിറത്തിലുള്ള കാർഡുകൾ. അവിടെ ആ ഒരു വ്യത്യസ്തത എന്തിനായിരിക്കും കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെ ഓരോ കുടുംബത്തിൻ്റെയും വരുമാനം വ്യത്യസ്തമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന് നിരവധി കാരണങ്ങളുണ്ട്. ഏതൊക്കെ തരം കാർഡുകളാണുള്ളത്? റേഷൻ കാർഡുകൾ 4 തരത്തിലാണ് വരുന്നത്. ഒന്ന് മഞ്ഞ നിറത്തിൽ, പിന്നീടൊന്നുള്ളത് പിങ്ക് നിറത്തിൽ, അതിനുശേഷം നീല നിറത്തിൽ വരുന്നുണ്ട്. അതേ തുടർന്ന് വെള്ള നിറമാണ് വരുന്നത്. 4 തരത്തിലാണ് ഉള്ളത്. മഞ്ഞ നിറം സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്നവർക്കുള്ളതാണ്. പിങ്ക് നിറം മുൻഗണനാ വിഭാഗം, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക്. നീല സംസ്ഥാന സബ്സിഡി ലഭിക്കുന്നവർക്ക്, ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവർക്ക്. വെള്ള സാമ്പത്തികമായി മുൻപന്തിയിൽ നിൽക്കുന്നവർക്കുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വ്യത്യസ്തതയാണ് ഈ ഒരു റേഷൻ കാർഡിന് നൽകിയിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് കുടുംബങ്ങൾ തമ്മിലുള്ള വരുമാന വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത്? വരുമാന വ്യത്യാസത്തിന് കാരണം എന്തൊക്കെയാ? വ്യത്യസ്ത തരം തൊഴിലുകളിൽ ഏർപ്പെടുന്നവരാണെങ്കിൽ അവർക്ക് വ്യത്യസ്ത വരുമാനം ലഭിക്കുന്നു. അതുപോലെ കൂടുതൽ കൃഷിഭൂമിയുള്ളവർക്ക് കൂടുതൽ വരുമാനം ലഭിക്കുന്നു. ഓരോരുത്തരുടെയും കഴിവുകൾ വ്യത്യാസമുള്ളതല്ലേ, അപ്പോൾ കഴിവിനനുസരിച്ച് വരുമാനവും വ്യത്യാസമുള്ളതായിട്ട് വരും. പിന്നീട് എന്താ പറയുക, ഓരോരുത്തരും നേടുന്ന വിദ്യാഭ്യാസ യോഗ്യത, അവരുടെ സ്കിൽസ്, നൈപുണ്യങ്ങൾ, ഇതിനൊക്കെ അനുസരിച്ച് ഓരോ ജോലിയും വ്യത്യാസമുള്ളതാണ്. ആ ഓരോ ജോലിക്കും വ്യത്യാസമായി ലഭിക്കുന്ന വരുമാനവും അപ്പോൾ വ്യത്യാസമുള്ളതായിരിക്കും. അപ്പോൾ ഇതെല്ലാമാണ് വരുമാനത്തിൽ വ്യത്യാസം വരാനുള്ള കാരണം. 4 തരത്തിലുള്ള കാർഡുകൾ എങ്ങനെയാണ് വന്നതെന്നും മനസ്സിലായി. അടുത്തത് ഇവിടെ തന്നിട്ടുള്ളത് നേരത്തെ തന്നൊരു ചാപ്റ്ററിൽ നിന്നുള്ള 2 വ്യക്തികളെ കുറിച്ചാണ്. നമുക്ക് ജസ്റ്റ് ആ കാര്യം പറയാം. ഒരു കുട്ടിയെ സംബന്ധിച്ച്, ഒരു വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് എല്ലായിടത്തും പോകാനാകുമോ എന്ന ആശങ്കയോടുകൂടിയാണ് ഞാൻ കൂട്ടുകാരോടൊപ്പം പീലിയുടെ ഗ്രാമത്തിലേക്ക് പോയത്. പീലിയും അമ്മയും അച്ഛനും അവരുടെ ഗ്രാമവും നിറഞ്ഞ സന്തോഷത്തോടെയാണ് ഞങ്ങളെ സ്വാഗതം ചെയ്തത്. ഗ്രാമത്തിലെ കാഴ്ചകളെല്ലാം എന്തു രസമായിരുന്നു. പീലിയുടെ അച്ഛൻ കൃഷി ചെയ്തുണ്ടാക്കുന്ന സാധനങ്ങളാണ് അവരുടെ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നത്. നാട്ടിലെത്തുമ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ സ്വാദുണ്ടായിരുന്നു അതിന്. പാട്ടത്തിന് നൽകിയിരിക്കുന്ന ഞങ്ങളുടെ കൃഷിഭൂമിയിൽ ഇനി മുതൽ സ്വന്തമായി കൃഷി ചെയ്യണമെന്ന് വീട്ടിൽ പറയണം. ഈ സർക്കാർ ക്വാർട്ടേഴ്സിൽ നിന്നും നാട്ടിലേക്ക് താമസം മാറിയാൽ ഗ്രാമത്തിലെ സന്തോഷം കൂടി എനിക്ക് ആസ്വദിക്കാം. അച്ഛനും അമ്മയ്ക്കും അവിടെ നിന്നും ഓഫീസിൽ പോകാമല്ലോ, ഈ കുട്ടിയുടെ അഭിപ്രായമാണ്. അതുപോലെ തന്നെ മറ്റൊരു വിദ്യാർത്ഥിയുടെ അഭിപ്രായമാണ്, നഗരത്തിലെ സൗകര്യങ്ങൾ ഒന്നുമില്ലാതെ എങ്ങനെ ഒരു ദിവസം കഴിച്ചുകൂട്ടുമെന്ന ചിന്തയോടുകൂടിയാണ് ഞാൻ പീലിയുടെ ഗ്രാമത്തിലേക്ക് പോയത്. റേഞ്ചും വൈഫൈയും ഒന്നുമില്ലാതെ പീലിയുടെ ഗ്രാമത്തിലെ ഉല്ലാസങ്ങൾ ഞാനും ആസ്വദിച്ചു. അവിടെ നിന്ന് മടങ്ങുമ്പോൾ നഗരജീവിതം മാത്രം രസകരമാണെന്ന എൻ്റെ ധാരണ പൂർണ്ണമായും മാറി. അവിടുത്തെ ഭക്ഷണത്തിൻ്റെ സ്വാദും ഇവിടുത്തെ പാക്കറ്റ് ഭക്ഷണത്തിൻ്റെ സ്വാദും വ്യത്യസ്തമാണ്. നഗരത്തിലെ അപ്പാർട്ട്മെൻറ്റിൽ ബിസിനസ്സുകാരായ അച്ഛനമ്മമാർക്കൊപ്പം തിരക്കിട്ട ജീവിതമാണ് ഞങ്ങളുടേത്. സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം മുത്തച്ഛൻ കൂടി ഇവിടേക്ക് വന്നപ്പോൾ എനിക്കത് ആശ്വാസമായി. ഇവർ 2 പേരുടെയും ജീവിതം പറയുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് എവിടെ നിന്നാണ് ഇവരുടെ ജീവിതത്തിലേക്കുള്ള വരുമാനം വരുന്നത്. വ്യത്യസ്തമായിട്ടാണ് വരുന്നത്. ഇവർ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഈ മുകളിലത്തെ പെൺകുട്ടി പറഞ്ഞത്. താഴെ വരുമ്പോൾ പൂർണ്ണമായിട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായും ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 തരത്തിലുള്ള വരുമാന മാർഗത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ നീനുവിനാണെങ്കിൽ കൃഷിഭൂമിയിൽ നിന്നുള്ള പാട്ടത്തിൽ നിന്ന് വരുമാനം ലഭിക്കുന്നു. അതുപോലെ അച്ഛനും അമ്മയും സർക്കാർ ജോലിയിലാന്ന് പറഞ്ഞു, സർക്കാരിൽ ജോലിയിൽ നിന്നുള്ള വരുമാനവും ലഭിക്കുന്നു.
വിക്കിയുടെ കുടുംബത്തിലാണെങ്കിൽ മുന്നിലത്തെ ചാപ്റ്ററിലുള്ള പേരാണ് കേട്ടോ. വിക്കിയുടെ കുടുംബത്തിലുള്ളതാണെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരാണ്, ബിസിനസ്സുകാരായ അച്ഛനമ്മമാരാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ സർക്കാർ സർവീസ് പെൻഷൻ നേടുന്ന മുത്തച്ഛനുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വരുമാനമാണ് ഈ ഒരു കുടുംബത്തിലുള്ളത്. അപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള വരുമാനമാണ് ഉണ്ടാവുന്നത്. നീനുവിൻ്റെ കുടുംബ വരുമാന സ്രോതസ് നമ്മളിപ്പോൾ പറഞ്ഞു, കൃഷിഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന പാട്ടം, അതുപോലെ സർക്കാർ ജോലി. വിക്കിയുടെ കുടുംബ വരുമാന സ്രോതസ് എന്ന് പറയുന്നത് ബിസിനസ്സാണ്, അതുപോലെ സർക്കാർ സർവീസ് പെൻഷൻ. രണ്ട് കുടുംബത്തിൻ്റെയും വരുമാനത്തിൻ്റെ ഏകദേശ കണക്കാണ് ഇവിടെ തന്നിട്ടുള്ളത്. വിക്കിക്ക് 3 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിലാണ്. എന്നാൽ നീനുവിന് 1 ലക്ഷത്തിനും 3 ലക്ഷത്തിനും ഇടയിലാണ്. രണ്ട് കുടുംബത്തിൻ്റെ വരുമാനം വ്യത്യസ്ത തരത്തിലാണ്. അതിന് കാരണം എന്താണ്? പ്രധാനമായിട്ടും തൊഴിലിൻ്റെ വ്യത്യാസം, അതുപോലെ തന്നെ വരുമാന സ്രോതസ്സുകളുടെ വ്യത്യാസം. ഇവരുടെ രണ്ടുപേരുടെയും വീട്ടുകാരുടെ ജോലി, അതുപോലെ വരുമാന സ്രോതസ് വ്യത്യാസമുള്ളതാണ്. കുടുംബ വരുമാന വ്യത്യാസത്തിൻ്റെ കാരണങ്ങൾ: തൊഴിലിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ വ്യത്യാസം, വരുമാന സ്രോതസ്സുകളുടെ വ്യത്യാസം എന്നിവയാണ്. തൊഴിലിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ വ്യത്യാസം ഇവിടെ പിക്ചറൈസ് ചെയ്തിട്ട് 4 തരത്തിലുള്ള വ്യത്യസ്ത തൊഴിലുകൾ തന്നിട്ടുണ്ട്. എന്താണ്? ഒന്ന്, അധ്യാപനം. ക്ലാസ്സിൽ കുട്ടികൾക്ക് ടീച്ചർ ക്ലാസ് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അധ്യാപനമാണ് ഇവിടെ നടക്കുന്നത്. രണ്ടാമത് എന്താണ്? നിർമ്മാണ പ്രവർത്തനമാണ്. ഓരോരുത്തരും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണ് നടക്കുന്നത്, നിർമ്മാണ പ്രവർത്തനം. മൂന്നാമത് ചുമട്ട് തൊഴിലാണ്. നാലാമത് വരുന്നത് കച്ചവടമാണ്. ഒരു ചന്തയ്ക്ക് സമാനമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. അപ്പോൾ ഒരു കച്ചവടവുമായി ബന്ധപ്പെട്ടതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം 4 തരം വ്യത്യസ്ത തരത്തിലുള്ള ജോലികൾ അല്ലെങ്കിൽ തൊഴിലുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ ജോലികൾക്കെല്ലാം തന്നെ ഒരേ തരത്തിലുള്ള സ്കിൽ അല്ലെങ്കിൽ നൈപുണ്യമാണോ ആവശ്യമായിട്ടുള്ളത്? അല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിവിധ തരത്തിലുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർക്ക് അതിനനുസരിച്ചുള്ള തൊഴിലിൻ്റെ സ്വഭാവം അനുസരിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും വ്യത്യസ്തമാകുന്നു. ഓക്കെ, വരുമാന സ്രോതസ്സുകളുടെ വ്യത്യാസം. വരുമാന സ്രോതസ്സുകളിൽ ഉണ്ടാകുന്ന വ്യത്യാസം കുടുംബ വരുമാനം വ്യത്യാസപ്പെടുന്നതിൻ്റെ പ്രധാന കാരണമാണ്. ബാങ്ക് നിക്ഷേപം, ഓഹരി നിക്ഷേപം, ആസ്തികൾ എന്നിവ വിവിധ വരുമാന സ്രോതസ്സുകളാണ്. ബാങ്ക് നിക്ഷേപം, ഓഹരി നിക്ഷേപം, ആസ്തികൾ എന്നിവ വിവിധ വരുമാന സ്രോതസ്സുകളാണ്. വരുമാന സ്രോതസ്സിലുള്ള വ്യത്യാസമനുസരിച്ച് വരുമാനത്തിലും വ്യത്യാസമുണ്ടാകും. വരുമാന സ്രോതസ്സുകൾ നമ്മൾ ഏതൊക്കെയാണ് പറഞ്ഞത്? ബാങ്ക് നിക്ഷേപം, ഓഹരി നിക്ഷേപം, ആസ്തികൾ. ഇത്തരത്തിലുള്ള വരുമാന സ്രോതസ്സിലുള്ള വ്യത്യാസമനുസരിച്ച് വരുമാനത്തിലും വ്യത്യാസമുണ്ടാകും. ഉയർന്ന വരുമാനമുള്ളവർക്ക് കൂടുതൽ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് കഴിയുന്നു. എന്നാൽ താഴ്ന്ന വരുമാനമുള്ളവർക്ക് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും പല അവസരങ്ങളിലും നിറവേറ്റാൻ സാധിക്കാതെയും വരുന്നു. അതാണ് വരുമാനത്തിൽ നിന്നുള്ള വ്യത്യാസങ്ങളായിട്ട് പറയുന്നത്. വരുമാനത്തിൻ്റെ ലഭ്യതയുടെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ 3 തരംതിരിക്കുന്നുണ്ട്. ഉയർന്ന വരുമാനമുള്ള കുടുംബങ്ങൾ, ഇടത്തരം വരുമാനമുള്ള കുടുംബങ്ങൾ, താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങൾ. ഇവിടെ വരുമാന സ്രോതസ്സായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ് ബാങ്ക് നിക്ഷേപം, അതുപോലെ ഓഹരി നിക്ഷേപം, ആസ്തികൾ. അപ്പോൾ നമുക്ക് മനസ്സിലായി, തൊഴിലിൽ നിന്നും മറ്റ് വരുമാന സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനം വ്യത്യാസമുള്ളതാണ്. ആണല്ലോ? അതെ. തൊഴിലിലും വരുമാനത്തിലുമുള്ള അസമത്വം സമൂഹത്തിൽ സാമ്പത്തിക അസമത്വത്തിന് കാരണമാകുന്നു. തൊഴിലിലും വരുമാനത്തിലുമുള്ള അസമത്വം സമൂഹത്തിൽ സാമ്പത്തിക അസമത്വത്തിന് കാരണമാകുന്നു. തുല്യമായിട്ടുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ആയിരിക്കില്ല സമൂഹത്തിൽ നിലനിൽക്കുന്നത്. ഒരു സമൂഹത്തിലെ വിഭവങ്ങൾ തുല്യമല്ലാത്ത രീതിയിൽ വിതരണം ചെയ്യുമ്പോഴാണ് അസമത്വം സംഭവിക്കുന്നത്. സാമ്പത്തിക അസമത്വം എന്നത് ഒരു സമൂഹത്തിലെ വ്യക്തികൾ അല്ലെങ്കിൽ സംഘങ്ങൾക്കിടയിൽ സമ്പത്ത്, വരുമാനം അല്ലെങ്കിൽ വിഭവങ്ങൾ എന്നിവയുടെ അസമമായ വിതരണത്തെ സൂചിപ്പിക്കുന്നു. ഒരു സമൂഹത്തിലെ സമ്പത്ത്, വരുമാനം അല്ലെങ്കിൽ വിഭവങ്ങളുടെ അസമമായ വിതരണത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നതാണ് സാമ്പത്തിക അസമത്വം. ഇത് പലപ്പോഴും അവസരങ്ങൾ, വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യ സംരക്ഷണം, രാഷ്ട്രീയ അധികാരം എന്നിവയിലേക്കുള്ള പ്രാപ്യതയിലെ നേടുന്നതിനുള്ള സാഹചര്യത്തിൻ്റെ അസമത്വത്തിലേക്ക് നയിക്കുന്നു.
വിഭവങ്ങളുടെയും അവസരങ്ങളുടെയും കൂടുതൽ തുല്യമായ വിതരണം ലക്ഷ്യമിട്ടുള്ള വിവിധ നയങ്ങളുടെയും സംരംഭങ്ങളുടെയും സാമ്പത്തിക അസമത്വം പരിഹരിക്കാൻ സർക്കാർ ശ്രമിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലാണ് സമൂഹത്തിൽ അസമത്വം നിലനിൽക്കുന്നത്. അപ്പോൾ ഇതൊരു തരം അസമത്വമാണ്, സാമ്പത്തിക അസമത്വം. സാമ്പത്തിക അസമത്വം മാത്രമാണോ നിലനിൽക്കുന്നത്? അല്ല, മറ്റു തരത്തിലുള്ള അസമത്വങ്ങളും നിലനിൽക്കുന്നുണ്ട്. ജാതിയുടെ, മതത്തിൻ്റെ, വർണ്ണത്തിൻ്റെ, വർഗത്തിൻ്റെ, ലിംഗപദവിയുടെയൊക്കെ പേരിലും അസമത്വം നടക്കുന്നുണ്ട്. നോക്കാം, മിശ്രഭോജനത്തെക്കുറിച്ചാണ് പറയുന്നത്. ജീവൻ നിലനിർത്തുന്നതിന് അനിവാര്യമായ ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ നിലനിന്നിരുന്ന വിവേചനം അവസാനിപ്പിക്കുന്നതിനു വേണ്ടി നിരവധി സമരങ്ങൾ 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ കേരളത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. അയ്യ വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച സമത്വ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന സമപന്തി ഭോജനം മുതൽ നിരവധി സമരങ്ങളാണ് ഇത്തരത്തിൽ നടന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് 1917 മെയ് 29 എറണാകുളം ജില്ലയിലെ ചെറായിൽ സഹോദരൻ എന്ന പത്രത്തിൻ്റെ പത്രാധിപരായ കെ അയ്യപ്പൻ, അതായത് സഹോദരൻ അയ്യപ്പൻ സംഘടിപ്പിച്ച മിശ്രഭോജനം. ഇത് കാരണം അദ്ദേഹത്തിന് കൊടിയ മർദ്ദനവും ഭീഷണിയും നേരിടേണ്ടി വന്നു. വിവേചനത്തിനെതിരായ സമരത്തിലെ ഒരു നിർണായക സംഭവമായിരുന്നു ഇത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, സാമ്പത്തിക അസമത്വം മാത്രമല്ല പലതരത്തിലുള്ള അസമത്വങ്ങളും നിലവിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ട്, ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അസമത്വമായിരുന്നു. ഭക്ഷണം, ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ പോലും ഒരു വിവേചനം നേരിട്ടിരുന്ന കാലത്ത് 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ അയ്യ വൈകുണ്ഠസ്വാമികൾ ആരംഭിച്ച അല്ലെങ്കിൽ സ്ഥാപിച്ച സമത്വ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ സമപന്തി ഭോജനം നടന്നു. സമപന്തി ഭോജനം ആരാണ്? അയ്യ വൈകുണ്ഠസ്വാമികളാണ്. അദ്ദേഹം സ്ഥാപിച്ച പ്രസ്ഥാനമാണ് സമത്വ സമാജം. മറ്റൊന്നാണ് സഹോദരൻ അയ്യപ്പൻ അല്ലെങ്കിൽ കെ അയ്യപ്പൻ. സഹോദരൻ പത്രത്തിൻ്റെ പത്രാധിപരായിരുന്ന കെ അയ്യപ്പൻ സ്ഥാപിച്ച മിശ്രഭോജനം എന്നാണ് 1917 മെയ് 29 എറണാകുളം ജില്ലയിലെ ചെറായിലാണ് മിശ്രഭോജനം. അപ്പോൾ സമപന്തി ഭോജനം നമ്മൾ കണ്ടു, മിശ്രഭോജനം നമ്മൾ കണ്ടു. അടുത്തത് മേൽമുണ്ട് സമരമാണ്. വസ്ത്രധാരണ അവകാശത്തിനു വേണ്ടി തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം മുതൽ നടത്തി വന്ന സമരമാണ് മേൽമുണ്ട് സമരം. ദീർഘകാലത്തെ സമരത്തിന് ശേഷം ജാതി മത വ്യത്യാസമില്ലാതെ, അപ്പം ജാതിയിൽ നിന്നും മതത്തിൽ നിന്നുള്ള വ്യത്യാസമാണ് ഇതിന് കാരണമായിട്ടുള്ളത്. ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള അവകാശം നൽകിക്കൊണ്ട് തിരുവിതാംകൂർ സർക്കാർ വിളംബരം പ്രസിദ്ധപ്പെടുത്തി. എങ്കിലും ജാത്യാചാരത്തിൻ്റെ പേരിൽ പിന്നീടും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ പലർക്കും കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ മേൽമുണ്ട് സമരമാണ് പറഞ്ഞത്. തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾ വസ്ത്രധാരണ അവകാശത്തിന് വേണ്ടി 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം മുതൽ നടത്തി വന്ന സമരമാണ് മേൽമുണ്ട് സമരം. തെക്കൻ തിരുവിതാംകൂറിലാണ്. ദീർഘകാലത്തെ സമരത്തിന് ശേഷം ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശം തിരുവിതാംകൂർ സർക്കാർ വിളംബരത്തിലൂടെ അറിയിച്ചു. അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം. ഇത് ജാതി മത വ്യത്യാസമില്ലാതെ വിദ്യാഭ്യാസം ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സമരത്തിൻ്റെ ഭാഗമായിരുന്നു. ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും 4-ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം തിരുവിതാംകൂർ സർക്കാർ സൗജന്യമായി നൽകിയിരുന്നു. എന്നിട്ടും മേൽജാതിക്കാർ എന്ന് കരുതപ്പെട്ടിരുന്ന വിഭാഗത്തിലെ സ്കൂൾ അധികൃതർ കീഴ്ജാതി, കണ്ടോ, ജാതി വ്യത്യാസമാണ് ഇവിടെ കണക്ക് കൂട്ടുന്നത്. കീഴ്ജാതിക്കാർ എന്ന് കരുതപ്പെട്ടിരുന്ന വിഭാഗത്തിലെ കുട്ടികൾക്ക് പ്രവേശനം നൽകിയില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് സർക്കാർ ഉത്തരവ് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചമി എന്നു പേരുള്ള ദളിത് ബാലികയുടെ കൈപിടിച്ച് ഊരൂട്ടമ്പലം സ്കൂളിൽ ചെന്ന് പ്രവേശനം നൽകാൻ അയ്യങ്കാളി ആവശ്യപ്പെട്ടത്. പഞ്ചമിക്ക് പ്രവേശനം നൽകാൻ അധികാരികൾ നിർബന്ധിതരായെങ്കിലും അന്ന് രാത്രി തന്നെ മേൽജാതിക്കാർ ആ സ്കൂളിന് തീയിട്ടു. കത്തിക്കരിഞ്ഞ ബെഞ്ചിൻ്റെയും മറ്റുപകരണങ്ങളുടെയും അവശേഷിപ്പുകൾ സ്കൂൾ മ്യൂസിയത്തിൽ ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട്. ഈ സ്കൂളിന്
അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ എന്ന് പേരിട്ടു. അപ്പോൾ ഒരു ദളിത് ബാലികയുടെ വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടി നടത്തിയ ഒരു സമരമുറ പോലെയായിരുന്നു ഇത് ഊരൂട്ടമ്പലം സ്കൂളിൽ. അപ്പോൾ ഇപ്പോൾ ആ സ്കൂളിൻ്റെ പേര് അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ എന്നാണ്. അയ്യങ്കാളിയാണ് മുന്നിട്ട് നിന്ന നേതാവ്. ഏതൊക്കെ തരത്തിലുള്ള അസമത്വങ്ങളാണ് പ്രതിപാദിച്ചിട്ടുള്ളത്? ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവസരം ഇല്ലായ്മ, വസ്ത്രധാരണത്തിലെ അസമത്വം, വിദ്യാഭ്യാസ നിഷേധം, സാമൂഹികമായി എല്ലാ ജനവിഭാഗങ്ങളും തുല്യരല്ലാത്ത അവസ്ഥയാണ് സാമൂഹിക അസമത്വം. അപ്പോൾ വിവിധ തരത്തിലുള്ള കാരണങ്ങൾ ഇതിനുണ്ട്. പദവി, അവകാശങ്ങൾ, അവസരങ്ങൾ എന്നിവയിൽ തുല്യമല്ലാത്ത അവസ്ഥ സാമൂഹിക അസമത്വം സൃഷ്ടിക്കുന്നു. അപ്പം എന്താണ് സാമൂഹിക അസമത്വം? സാമൂഹിക അസമത്വം എന്നത് ഒരു സമൂഹത്തിനുള്ളിലെ വിഭവങ്ങൾ, അവസരങ്ങൾ, പദവികൾ എന്നിവയുടെ അസമമായ വിതരണത്തെ സൂചിപ്പിക്കുന്നു. തുല്യമല്ലാത്ത വിതരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. വരുമാനത്തിലെ അസമത്വം, സാമ്പത്തിക അസമത്വം, സമ്പത്തിലെ അസമത്വം, വിദ്യാഭ്യാസത്തിനും ആരോഗ്യ പരിപാലനത്തിനും അവസരമില്ലായ്മ, വംശം, ജാതി, ലിംഗപദവിയെ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനം, രാഷ്ട്രീയ സാമൂഹിക സ്ഥാപനങ്ങളിലെ അസമമായ പ്രാതിനിധ്യം എന്നിങ്ങനെ വിവിധ രൂപങ്ങളിൽ സാമൂഹിക അസമത്വം പ്രകടമാകുന്നു. സാമൂഹിക അസമത്വത്തെ ഉന്മൂലനം ചെയ്യുന്നതിനായി സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യത, നീതി, തുല്യ അവസരങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടുള്ള നയങ്ങൾ സർക്കാർ രൂപീകരിക്കുന്നു. അപ്പോൾ എന്താണ് സാമൂഹിക അസമത്വം? സമൂഹത്തിലെ വിഭവങ്ങൾ, അവസരങ്ങൾ, പദവികൾ എന്നിവയുടെ തുല്യമല്ലാത്ത വിതരണമാണ് സാമൂഹിക അസമത്വത്തിന് കാരണം. അപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് അസമത്വങ്ങൾക്ക് എന്ത് തരത്തിലുള്ള അസമത്വങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉണ്ട് എന്ന് കണ്ടു. അതുകൂടാതെ ആരോഗ്യ പരിപാലനത്തിനും വിദ്യാഭ്യാസത്തിനും അവസരമില്ലായ്മ, വംശം, ജാതി, ലിംഗപദവി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനം, രാഷ്ട്രീയ സാമൂഹിക സ്ഥാപനങ്ങളിലെ അസമമായ പ്രാതിനിധ്യം, ഇത്തരത്തിൽ ഒരുപാട് വിവിധ തരത്തിലുള്ള സാമൂഹിക അസമത്വമുണ്ട്. ഇത്തരത്തിലുള്ള സാമൂഹിക അസമത്വങ്ങളെ നീക്കം ചെയ്യുന്നതിനായിട്ട് ഭരണഘടന പോലും ആർട്ടിക്കിൾ 15 ഓർമ്മയുണ്ടല്ലോ, ഇത്തരത്തിലുള്ള അവഗണനകളെ അല്ലെങ്കിൽ അസമമായ ഒരു വിതരണത്തെ ഒഴിവാക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള നയങ്ങൾ സർക്കാർ ഓരോ തരത്തിൽ രൂപീകരിച്ച് വരുന്നുണ്ട്. സാമൂഹിക അസമത്വത്തിന് ഇടയാക്കുന്ന കാരണങ്ങളും അവയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും. ഒന്നാമത്തെ കാരണം സാമ്പത്തിക അസമത്വമാണ്. അതിന് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വരുമാനത്തിലെ വ്യത്യാസം, തൊഴിലില്ലായ്മ, വിഭവങ്ങളുടെ ലഭ്യതക്കുറവ്, കൂലി അല്ലെങ്കിൽ ശമ്പളത്തിലെ വ്യത്യാസം എന്നിവയാണ്. വിദ്യാഭ്യാസ അസമത്വത്തിന് കാരണം ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം, പരിമിതമായ വിദ്യാഭ്യാസ അവസരങ്ങൾ എന്നിവയാണ്. സാമൂഹിക ഘടനയ്ക്കുള്ളിലെ അസമത്വം, അതിന് ഘടകം അല്ലെങ്കിൽ കാരണം ജാതി, മതം, വംശം, ലിംഗപദവി, ഭിന്നശേഷി എന്നിവ അടിസ്ഥാനമാക്കിയുള്ള വിവേചനവും സാമൂഹിക വഴക്കങ്ങൾ സൃഷ്ടിക്കുന്ന അസമത്വവുമാണ്. ഭൂമിശാസ്ത്രപരമായ സമാനതകൾ, ഗ്രാമ നഗര വ്യത്യാസം, അതൊരു വലിയ തരത്തിലുള്ള വ്യത്യാസം തന്നെയാണ്. വിഭവങ്ങളുടെ ലഭ്യതക്കുറവ്, ചരിത്രപരമായ ഘടകങ്ങൾ, കോളനിവൽക്കരണം, അടിമത്തമാണ്, അടിമത്വമല്ല, മലയാളത്തിൽ വരാറുണ്ട്, ശ്രദ്ധിക്കുക. അടിമത്തം, അടിച്ചമർത്തലുകൾ ഇവയെല്ലാം ചരിത്രപരമായ കാരണങ്ങളാണ്. ഇനി രണ്ട് പേരുടെ പ്രത്യേക സാഹചര്യങ്ങളാണ്, രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ശാന്തി 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൾക്ക് അച്ഛനും അമ്മയും ചേച്ചിയും അനുജനും ഉണ്ട്. തീരപ്രദേശത്ത് താമസിക്കുന്ന അവർ കടലാക്രമണം രൂക്ഷമാകുമ്പോൾ ഭീതിയോടെയാണ് കഴിയുന്നത്. കെട്ടുറപ്പുള്ള വീടില്ലാത്തതാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അടുത്തത്, ആകാശും കുടുംബവും മലയോര മേഖലയിലാണ് താമസിക്കുന്നത്. വാഹന സൗകര്യമില്ലാത്തതിനാൽ ആകാശിനും സഹോദരിമാർക്കും സ്കൂളിൽ പോകുന്നത് പ്രയാസമാണ്. നമ്മൾ നേരത്തെ സംസാരിച്ച സമയത്ത് സാമൂഹിക അസമത്വത്തിന് കാരണമായിട്ടുള്ള ഒരുവിധപ്പെട്ട കാരണങ്ങളും അതുപോലെ തന്നെ അവയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും കണ്ടു. എന്നാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാവുന്നത് എന്താണ്? ഭൂപ്രകൃതിയും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അസമത്വത്തിന് കാരണമാക്കുന്നു. ഇപ്പം ഇവിടെ ശാന്തി
താമസിക്കുന്നത്, ശാന്തിയുടെ താമസം അല്ലെങ്കിൽ കുടുംബത്തിൻ്റെയും ശാന്തിയുടെയും താമസം തീരപ്രദേശത്താണ്. അപ്പോൾ അതാണ് കെട്ടുറപ്പുള്ള വീടില്ല എന്നുള്ളത്, ആ ഒരു ഭൂപ്രകൃതിയാണ് ഇവിടെ കാരണമാണ്. അതുപോലെ ആകാശും കുടുംബവും മലയോര മേഖലയിൽ താമസിക്കുമ്പോൾ അവിടെയും ഭൂപ്രകൃതിയാണ് കാരണമായിട്ട് വരുന്നത്. രണ്ടുപേരുടെയും പ്രശ്നം ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ്. കെട്ടുറപ്പുള്ള വീടില്ലാത്തതും വിദ്യാഭ്യാസം നേടുന്നതിനുള്ള സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള പ്രയാസവുമാണ്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളും പരിഹരിക്കപ്പെടേണ്ടതാണ്. ഈ ശാന്തിയുടെയും ആകാശിൻ്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതോടൊപ്പം സാമൂഹിക അസമത്വം നേരിടുന്ന എല്ലാ ജനവിഭാഗങ്ങളുടെയും പ്രശ്നങ്ങളും പരിഹരിക്കേണ്ടതുണ്ട്. എല്ലാ ജനവിഭാഗങ്ങളുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുമ്പോഴാണ് സാമൂഹിക പുരോഗതി സാധ്യമാകുന്നത്. അതിനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും സൃഷ്ടിക്കേണ്ടതായുമുണ്ട്. സാമൂഹിക അസമത്വത്തെ അഭിസംബോധന ചെയ്യുന്നതിന് സമഗ്രമായ നയപരിഷ്കരണങ്ങൾ ആവശ്യമാണ്. ഇതിനായി വിദ്യാഭ്യാസ സംരംഭങ്ങൾ, സാമൂഹിക നീതിക്കും തുല്യ അവകാശങ്ങൾക്കും വേണ്ടിയുള്ള പദ്ധതികൾ എന്നിവ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള പദ്ധതികളായിരിക്കും ഇത്തരത്തിൽ ആവശ്യമായിട്ട് വരുമ്പോൾ അത് കൊടുക്കുന്നുണ്ടാവുക? പലതരത്തിലുള്ള പദ്ധതികളിലൂടെയും ഇത്തരത്തിലുള്ളവർക്ക് വീടിനുള്ള സൗകര്യം, വിദ്യാഭ്യാസ അവകാശത്തിനുള്ള സൗകര്യം നൽകുന്നുണ്ടാവും. കൂടുതൽ പഠിക്കാൻ ആവശ്യമായി വിദ്യാവാഹിനി എന്നൊരു പദ്ധതി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്തുന്നുണ്ട്. അതുപോലെ ലൈഫ് മിഷൻ പദ്ധതി, അത്തരത്തിലുള്ള ഒരുപാട് പദ്ധതികളിലൂടെ എല്ലാ വിധത്തിൽപ്പെട്ട എല്ലാ ജനവിഭാഗങ്ങളുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് സാമൂഹിക പുരോഗതി സാധ്യമാകണമെന്ന് ഓരോ പദ്ധതിയിലൂടെയും ആവിഷ്കരിച്ച് സർക്കാർ നടപ്പിലാക്കി വരുന്നുണ്ട് പദ്ധതികൾ. സാമൂഹിക സാമ്പത്തിക അസമത്വം പരിഹരിക്കുന്നതിനുള്ള സർക്കാർ ഇടപെടലുകളാണ് ഇനി പഠിക്കുന്നത്. അസമത്വം നേരിടുന്ന ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. ഭക്ഷണം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യ സുരക്ഷ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭ്യമാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. നോക്കാം. ക്ഷേമ പെൻഷനുകൾ. സാമൂഹിക സാമ്പത്തിക പിന്നാക്കാവസ്ഥ നേരിടുന്ന ജനവിഭാഗങ്ങൾക്കും ദുർബല വിഭാഗങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകുന്നതിന് ലക്ഷ്യമിട്ടുള്ള സാമൂഹിക സുരക്ഷാ പദ്ധതികളാണ് ക്ഷേമ പെൻഷനുകൾ. സാമൂഹിക സാമ്പത്തിക പിന്നാക്കാവസ്ഥ നേരിടുന്ന ജനവിഭാഗങ്ങൾക്കും ദുർബല വിഭാഗങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകുന്നതിന് ലക്ഷ്യമിട്ടുള്ള സാമൂഹിക സുരക്ഷാ പദ്ധതികളാണ് ക്ഷേമ പെൻഷനുകൾ. അപ്പം അതിനൊരു ക്രൈറ്റീരിയ ഉണ്ടാവുമല്ലോ, അതാണ് മുതിർന്ന പൗരർ, ഭിന്നശേഷിക്കാർ, വിധവകൾ, 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ സ്ത്രീകൾ, കർഷക തൊഴിലാളികൾ മുതലായവരാണ് ക്ഷേമ പെൻഷനുകളുടെ പ്രധാന ഗുണഭോക്താക്കൾ. സർക്കാർ നടപ്പിലാക്കുന്ന ക്ഷേമ പെൻഷനുകൾ: 1. കർഷക തൊഴിലാളി പെൻഷൻ, 2. വാർദ്ധക്യകാല പെൻഷൻ, അതുപോലെ തന്നെ വിധവ പെൻഷൻ സ്കീം, ദേശീയ വിധവ പെൻഷൻ സ്കീം, ഡിസബിലിറ്റി പെൻഷൻ സ്കീം, ഇവയെല്ലാം തന്നെ സർക്കാർ നടപ്പിലാക്കി വരുന്ന ക്ഷേമ പെൻഷനുകളാണ്. ഇനി സ്കോളർഷിപ്പ്. വിദ്യാഭ്യാസ അവകാശത്തിന് വിദ്യാർത്ഥികൾക്ക് നിരവധി സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ അവകാശത്തിന് വിദ്യാർത്ഥികൾക്ക് നിരവധി സ്കോളർഷിപ്പുകൾ നൽകുന്നു. ഇത്തരത്തിലുള്ള സ്കോളർഷിപ്പ് നൽകുന്നതിലൂടെ വിദ്യാർത്ഥികൾ കൂടുതൽ പഠനത്തിലേക്ക് അടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഉദാഹരണമായിട്ടാണ് പ്രീ മെട്രിക് സ്കോളർഷിപ്പ്, പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ്, അതുപോലെ TH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ്, പട്ടികജാതി പട്ടികവർഗ വകുപ്പുകൾക്കുള്ള സ്കോളർഷിപ്പ്, ഒറ്റ പെൺകുട്ടി സ്കോളർഷിപ്പ്. ഇതെല്ലാം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശം കൂടുതൽ നല്ലതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പുകളാണ്. സാമൂഹിക സാമ്പത്തിക അസമത്വം പരിഹരിക്കുക എന്നതുകൂടാതെ ധാരാളം പദ്ധതികളും സർക്കാർ നടപ്പിലാക്കി വരുന്നുണ്ട്. അവയിൽ ചിലതാണ് ഇവിടെ തന്നിട്ടുള്ള പൊതുവിതരണ കേന്ദ്രം, PDS, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, റേഷൻ കട, മാവേലി സ്റ്റോർ, നീതി സ്റ്റോർ തുടങ്ങിയവ. അവശ്യ സാധനങ്ങൾ വിലക്കുറവിൽ ലഭ്യമാക്കുന്ന സംവിധാനങ്ങളാണ് പൊതുവിതരണ കേന്ദ്രം, മാവേലി സ്റ്റോർ, നീതി സ്റ്റോർ. അപ്പോൾ ഇതും സാധാരണക്കാർക്ക് വളരെയധികം സഹായകമായിട്ടുള്ള ഒരു സംവിധാനമാണ്.
സർക്കാർ നൽകുന്ന സബ്സിഡിയോടെ ഈ കേന്ദ്രങ്ങളിൽ നിന്ന് വിലക്കുറവിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ എന്താണ് സബ്സിഡി? വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സർക്കാർ നൽകുന്ന സാമ്പത്തിക ആനുകൂല്യമോ പിന്തുണയോ ആണ് സബ്സിഡി എന്ന് പറയുന്നത്. വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സർക്കാർ നൽകുന്ന സാമ്പത്തിക ആനുകൂല്യമോ പിന്തുണയോ ആണ് സബ്സിഡി. നേരിട്ടോ അല്ലാതെയോ സബ്സിഡി നൽകാം. പണമായി നൽകുന്ന പിന്തുണ നേരിട്ടുള്ള സബ്സിഡിയെയാണ് സൂചിപ്പിക്കുന്നത്. നികുതി നിരക്ക് കുറയ്ക്കുക, വായ്പകൾ കുറഞ്ഞ പലിശ ഈടാക്കുക, ഇവ പരോക്ഷ സബ്സിഡിയിൽ ഉൾപ്പെടുന്നു. 2 തരത്തിലാണ് സബ്സിഡി വരുന്നത്, നേരിട്ടോ അല്ലാതെയോ ആണ്. പണമായിട്ട് നൽകുകയാണെങ്കിൽ അത് നേരിട്ടുള്ള സബ്സിഡിയും, നികുതി നിരക്ക് കുറയ്ക്കുക, വായ്പകൾക്ക് കുറഞ്ഞ പലിശ ഈടാക്കുക, ഇവയെല്ലാം പരോക്ഷ സബ്സിഡിയുമാണ്. ദാരിദ്ര്യ ലഘൂകരണത്തിനും സാമൂഹിക അസമത്വം കുറയ്ക്കുന്നതിനുമുള്ള നിരവധി പദ്ധതികളും പരിപാടികളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടപ്പിലാക്കി വരുന്നുണ്ട്. അതിലൊന്നാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഗ്രാമീണ മേഖലയിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു വാർഷിക സാമ്പത്തിക വർഷം, ഒരു വർഷത്തിൽ 100 ദിവസത്തിൽ കുറയാത്ത അവിദഗ്ധ കായിക തൊഴിൽ ഈ പദ്ധതിയിലൂടെ ഉറപ്പാക്കുന്നു. 18 വയസ്സിന് മുകളിലുള്ള വ്യക്തികളാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. 100 ദിവസത്തിലാണെന്നുള്ളത് PYQ ആണ്. അതുപോലെ 18 വയസ്സിന് മുകളിലുള്ള വ്യക്തികൾ, അതിൽ ലിംഗവ്യത്യാസമില്ല. ഓക്കെ, അടുത്തത് ലൈഫ് മിഷൻ. കേരളത്തിലെ എല്ലാ ഭൂരഹിതർക്കും, ഭൂരഹിത ഭവനരഹിതർക്കും, ഭവനം പൂർത്തിയാക്കാത്തവർക്കും, നിലവിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി, ലൈഫ് പദ്ധതിയുടെ ലക്ഷ്യം. കേരള സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ലൈഫ് മിഷൻ പദ്ധതി. കണ്ടോ, ഇതിൻ്റെ പൂർണ്ണ രൂപം ഇവിടെ തന്നിട്ടുണ്ട്. ലൈവ്ലിഹുഡ്, ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെൻ്റ് എന്നതാണ് ലൈഫിൻ്റെ പൂർണ്ണ രൂപം. ലൈവ്ലിഹുഡ്, ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെൻ്റ് എന്നതാണ് ലൈഫിൻ്റെ പൂർണ്ണ രൂപം. ലൈഫ് മിഷൻ പദ്ധതി കേരള സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും, ഭവനം പൂർത്തിയാക്കാത്തവർക്കും, നിലവിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർക്കും, എന്തു തന്നെ ആവട്ടെ കാരണം ഒരു സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് നമ്മൾ ലക്ഷ്യമാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീരമൈത്രി അടുത്തതാണ്. മത്സ്യത്തൊഴിലാളി വനിതകൾക്ക് സംരംഭകത്വ പദ്ധതി എന്നതാണ് തീരമൈത്രിയുടെ ലോഗോയിൽ തന്നെ തന്നിട്ടുള്ളത്. മത്സ്യത്തൊഴിലാളി വനിതകൾക്ക് സംരംഭകത്വ പദ്ധതി. മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ കുടുംബങ്ങളിലെ വനിതകളെ സംരംഭകരാക്കി സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനായി ചെറുകിട തൊഴിൽ സംരംഭങ്ങളുടെ വികസന പദ്ധതി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്നുണ്ട്. ഇത് കേരള സർക്കാർ പദ്ധതിയാണ്. കേരളത്തിലുടനീളം നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ മത്സ്യത്തൊഴിലാളി വനിതകളുടെ സാമൂഹിക സാമ്പത്തിക ശാക്തീകരണം ഉറപ്പുവരുത്തുന്നതിന് സാധിക്കും. അപ്പോൾ തീരമൈത്രി തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളിലെ സമൂഹത്തിലെ കുടുംബത്തിലെ വനിതകളെ സംരംഭകരാക്കുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ്. ചെറുകിട തൊഴിൽ സംരംഭങ്ങൾ അതിൻ്റെ വികസന പദ്ധതി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്നതാണ്. അടുത്തത് കൈവല്യാണ്. കൈവല്യ ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പുനരധിവാസ പദ്ധതിയാണ് കൈവല്യ. അവസര തുല്യത, സാമൂഹിക ഉൾച്ചേർക്കൽ എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമായിട്ട് പറയുന്നത്. അവസര തുല്യത, സാമൂഹിക ഉൾച്ചേർക്കൽ എന്നിവയാണ് കൈവല്യ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. നമ്മൾ പദ്ധതികളൊക്കെ പഠിക്കാറുണ്ട് സാധാരണ പരീക്ഷയ്ക്കായിട്ട്. പാഠഭാഗത്തിൽ തന്നിരിക്കുന്ന പദ്ധതികൾ നിർബന്ധമായും പഠിക്കണം. അവ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം മറ്റുള്ളവ. ഓക്കെ, അടുത്തത് വിദ്യാവാഹിനി. വിദ്യാവാഹിനി നമ്മൾ നേരത്തെ ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ?
ആ കുട്ടിക്ക് ആകാശും ഫാമിലിയും അവർക്ക് വിദ്യാഭ്യാസം നേടാനായിട്ടുള്ള സൗകര്യമില്ല. അപ്പം അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിന് വേണ്ടി യാത്രാ സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് വിദ്യാവാഹിനി. ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി വരാൻ വാഹന സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് വിദ്യാവാഹിനി. കുട്ടികളുടെ യാത്രാ സൗകര്യം ഉറപ്പുവരുത്തി കൊഴിഞ്ഞുപോക്ക് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ലഭിക്കുമ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായും കുട്ടികൾ വിദ്യാലയത്തിലേക്ക് ആകർഷിക്കപ്പെടും. അപ്പോൾ അത്തരത്തിൽ ആകർഷിച്ച് കൊഴിഞ്ഞുപോക്ക് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് വിദ്യാവാഹിനി എന്ന ഈ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്തത് ജനനി ജന്മരക്ഷ. ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരം ലഭിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജനനി ജന്മരക്ഷ. ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരം ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ജനനി ജന്മരക്ഷ. പ്രതിഭാതീരം. തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി. പ്രതിഭ വിദ്യാഭ്യാസ പുരോഗതി നേടുമ്പോൾ പ്രതിഭയാകും. തീരദേശ മേഖലയിലെ കുട്ടികളുടെ ആയതുകൊണ്ട് തീരം പദ്ധതി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായുള്ള പദ്ധതി. ഗോത്രബന്ധു. ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാഷാ പ്രശ്നം പരിഹരിക്കുക. അവരുടെ ഒരു പ്രത്യേകതരം ലാംഗ്വേജുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികൾക്ക് മറ്റുള്ളവരുമായി ഇടപഴകുന്ന സമയത്ത് അത്തരത്തിലുള്ള ഭാഷാ പ്രശ്നം കാരണം വിവേചനം വരാൻ പാടില്ല എന്ന രീതിയിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാഷാ പ്രശ്നം പരിഹരിക്കുക, കൊഴിഞ്ഞുപോക്ക് തടയുക എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഗോത്രഭാഷയിലും മലയാളത്തിലും പരിജ്ഞാനമുള്ള യോഗ്യരായ ഗോത്ര വിഭാഗക്കാരെ പ്രൈമറി സ്കൂളുകളിൽ അധ്യാപകരായി നിയമിക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ഗോത്രബന്ധു. നമ്മളിപ്പോൾ പഠിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കേണ്ട ഒരു ടേബിളാണ്, നമുക്ക് നോക്കാം. പദ്ധതികൾ ഏതൊക്കെയാ തന്നത്? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തന്നിട്ടുണ്ട്. ഗുണഭോക്താക്കൾ ആരൊക്കെയായിരുന്നു? 18 വയസ്സിന് മുകളിലുള്ള എല്ലാവരും തന്നെ ഇതിൻ്റെ ഗുണഭോക്താക്കളാണ്. സവിശേഷത: ഓരോ കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം 100 ദിവസത്തെ തൊഴിൽ നൽകുന്നു എന്നതാണ് മൻരേഗയുടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സവിശേഷത. അടുത്തത് ലൈഫ് മിഷനാണ്. ലൈഫ് മിഷൻ ഭൂമിയുള്ള ഭവനരഹിതർ, ഭവന നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാത്തവർ, താൽക്കാലിക ഭവനമുള്ളവർ എന്നിവരൊക്കെയാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ, ലൈഫ് മിഷന്റെ ഗുണഭോക്താക്കൾ. എന്താണ് സവിശേഷത? എല്ലാവർക്കും എന്ത് തന്നെയോ ആവട്ടെ, കാരണം വീട് ലഭ്യമാക്കുന്നു എന്നതാണ്. വിദ്യാവാഹിനി ഓർക്കാൻ പറ്റുന്നുണ്ടോ എന്താണെന്നുള്ളത്? പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികൾക്കാണ് കൊഴിഞ്ഞുപോക്ക് തടയുന്നതിന് വേണ്ടിയിട്ട് കുട്ടികളെ സ്കൂളിൽ എത്തിക്കുന്നതിനായി അധ്യയന വർഷാരംഭം തന്നെ വാഹനങ്ങൾ ഏർപ്പെടുത്തുന്ന പദ്ധതിയാണ് വിദ്യാവാഹിനി. തീരമൈത്രി എന്താണ്? വനിതാ മത്സ്യത്തൊഴിലാളികളെ സംരംഭകരാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ്. വനിതാ മത്സ്യത്തൊഴിലാളികളാണ് ഗുണഭോക്താക്കളായിട്ട് വരുന്നത്. മത്സ്യത്തൊഴിലാളിയായ വനിതകളുടെ സാമ്പത്തികവും സാമൂഹികവും ഉന്നമനമാണ് തീരമൈത്രി പദ്ധതിയുടെ സവിശേഷത. കൈവല്യ പദ്ധതി 21 വയസ്സിനും 55 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഭിന്നശേഷിക്കാരാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ. അവസര തുല്യത കൊണ്ടുവരിക എന്നുള്ളതാണ് കൈവല്യയുടെ ലക്ഷ്യം. ഭൂമിശാസ്ത്രപരവും ചരിത്രപരവും വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായ ഘടകങ്ങൾ സാമൂഹിക അസമത്വത്തിന് കാരണമാകുന്നുണ്ട്, നമ്മൾ കണ്ടു. അപ്പോൾ അത്തരത്തിൽ സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങൾ പരിഹരിക്കുന്നതിന് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ നമ്മൾ കണ്ടു. അതുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണം നടത്തുന്നതിനായിട്ടുള്ള പോസ്റ്റർ രചനകളുടെ ഉദാഹരണമാണ് വളരുന്ന കേരളം വളർത്തിയവർക്ക് ആദരം എന്നതും അന്നം തരുന്ന കൈകൾക്ക് സല്യൂട്ട്. കൃഷിയുടെ മൂല്യത്തെ മനസ്സിലാക്കി തരുന്ന രീതിയിൽ അന്നം തരുന്ന കൈകൾക്ക് സല്യൂട്ട്, അതുപോലെ തന്നെ വളരുന്ന കേരളം വളർത്തിയവർക്ക് ആദരം.
അസമത്വങ്ങൾ സാമൂഹിക പുരോഗതിക്ക് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ അസമത്വങ്ങൾ പരമാവധി കുറച്ച് സാമൂഹിക പുരോഗതി മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന തുല്യതയിലേക്ക് എല്ലാ മനുഷ്യരെയും എത്തിക്കുന്നതിനും സാമൂഹിക പുരോഗതി സാധ്യമാകുന്നതിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട്. അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനും സ്വതന്ത്രരായി ജീവിക്കാനുമുള്ള അവകാശം എല്ലാ മനുഷ്യർക്കും ഉണ്ടാകണം. അസമത്വങ്ങൾ നേരിടുന്ന മനുഷ്യർ നമുക്കും നമ്മുടെ ചുറ്റിലുമുണ്ട്. എല്ലാ മനുഷ്യരും തുല്യരാണെന്ന വസ്തുത തിരിച്ചറിഞ്ഞ് അസമത്വം നേരിടുന്ന ജനവിഭാഗങ്ങളെ ചേർത്ത് നിർത്തേണ്ടതിൻ്റെ ആവശ്യകത നാം മനസ്സിലാക്കേണ്ടതായിട്ടുമുണ്ട്. അപ്പോൾ ഈ പാഠഭാഗത്തിൽ നിന്ന് അവസരങ്ങളും ലഭിക്കുന്നവരുടെയും അല്ലാത്തവരുടെയും ഒക്കെ അവസ്ഥ നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ അസമത്വം എത്ര തരത്തിലുണ്ട്, എങ്ങനെയൊക്കെ അത് രൂപപ്പെടാമെന്നും മനസ്സിലായി. വളരെയധികം വേണ്ടപ്പെട്ട ഒരു കാര്യമാണ് ഈ സമത്വം എന്നത്. വിവിധ തരത്തിലുള്ള അസമത്വങ്ങളുണ്ട്, അവ പരിഹരിക്കാനായിട്ടുള്ള പദ്ധതികളുണ്ട്. അതിനായി ഗവൺമെൻറ് മുൻകൈ എടുത്തിട്ടുള്ള പദ്ധതികളും അവയുടെ ഡീറ്റെയിൽസും നമ്മൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചെറിയ ചാപ്റ്റർ ആണെങ്കിലും ധാരാളം കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിലുണ്ട്. ശ്രദ്ധിച്ച് പഠിക്കേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.